രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏത് സംഘടനപ്പെട്ട ആളായാലും അയാൾക്കൊരു പ്രത്യക്ഷ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. ആ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ചില ആശയങ്ങൾ അതിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതാണല്ലോ. അതാണല്ലോ ആ കുട്ടി പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുണ്ടാക്കുന്നത് വലിയൊരു ഭവിഷ്യത്താണ്. അത് പുതിയ തലമുറയെ സംബന്ധിച്ചോളം അതുണ്ടാക്കുന്നത്, പ്രത്യേകിച്ചും സിനിമ നമുക്കറിയാം. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കാണുന്നതാണ്. ഇപ്പോൾ കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ, ഈ പ്രോപ്പഗാൻഡ സിനിമകൾ അത്രമാത്രം ജനങ്ങളിലേക്ക് എത്തുന്നൊരു കാലഘട്ടത്തിൽ മലയാളത്തിൽ നിന്ന് അത്തരം സിനിമകൾ ഉണ്ടാകുന്നൊരവസ്ഥ വരാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ ആശയങ്ങളുടെ ഒരു അതിങ്ങനെ ജനങ്ങളിലേക്ക് സ്പ്രെഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരിലേക്ക് സ്പ്രെഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്തരം സിനിമകൾ മലയാളത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന സിനിമകളൊക്കെ മലയാള സിനിമയിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യേണ്ടത്, അല്ലാതെ മറ്റു പ്രശ്നങ്ങളല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരതിനെക്കുറിച്ച് തീർച്ചയായിട്ടും, കാരണം അവർ അത്രമാത്രം സെക്കുലർ ഒരു മനസ്സോടുകൂടി ഇത്രയും വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്നവരൊക്കെ ആണല്ലോ അവരൊക്കെ. അവരുടെയൊക്കെ നമുക്ക് ജീവിതം കണ്ടാലറിയാം, അവരുടെ പ്രസ്താവനകൾ കണ്ടാലറിയാം, അവർ സഹകരിച്ചിട്ടുള്ള സിനിമകളൊക്കെ തന്നെ നമുക്ക് കണ്ടാലറിയാം. അപ്പോൾ അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് തീർച്ചയായിട്ടും ആർക്കും കഴിയില്ല. ഇപ്പോൾ സംഘടനകളുള്ളവർ മാത്രമല്ല, മറ്റ് സംഘടനകളിലുള്ളവർ കൂടി അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അത് പരിഹരിക്കണമല്ലോ. അത്തരം കാര്യങ്ങൾ പരിഹരിക്കണം. മറ്റ് പ്രശ്നങ്ങളല്ല ഇവിടെ. ഇപ്പോൾ ഒരാൾ രാജിവെച്ച് പോകുന്നു, വേറൊരാൾ വരുന്നു എന്നൊക്കെ ഉള്ളത് വേറെ വിഷയമാണ്. അതിവിടെ നമ്മളെ ബാധിക്കുന്നില്ല, സമൂഹത്തെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പൊതുജനങ്ങൾക്ക് അറിയേണ്ട കാര്യം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. താരങ്ങൾ തമ്മിലുള്ള ഈ തർക്കം സിനിമയെ ബാധിക്കില്ല. കാരണം ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് അഭിനയിക്കുന്നതല്ലോ. ഈ പറയുന്ന തർക്കങ്ങൾ ഉടലെടുക്കുന്നവർ അല്ല, അത് എനിക്ക് തോന്നുന്നത് ആ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടുള്ള തർക്കമാണ്. ഒരു സിനിമയുടെ സെറ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തർക്കങ്ങൾ സിനിമയുടെ സെറ്റിൽ ഉണ്ടാകും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. രണ്ടു പേർ തമ്മിലുള്ള ഒരു പ്രശ്നത്തിലേക്ക്, അല്ലെങ്കിൽ ഈഗോ പ്രശ്നത്തിലേക്കൊക്കെ മാറുമ്പോൾ സ്വാഭാവികമായിട്ടത് സിനിമയെ ആ രീതിയിൽ നെഗറ്റീവായി ബാധിക്കില്ലേ? അല്ല, അത് അവർ എന്താ പറയുക, അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞു, അത്തരം വിഷയങ്ങളെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. മറ്റൊരു കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്തൊരു കാര്യം എനിക്കിപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാനുള്ളതാണ്. എവിടെയെങ്കിലും പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അതായത് സലീം കുമാറിന് സ്മാരകം ഉണ്ടാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഈ തവണത്തെ ബഡ്ജറ്റിലുണ്ട്. നല്ല കാര്യം, സലീമിനെ പോലുള്ള ഒരാൾക്ക് ഇവിടെ സ്മാരകം ഉണ്ടാകേണ്ടത് തന്നെയാണെന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഒരുപാട് പേര് അതുപോലുള്ളവരുണ്ട്. ഇപ്പോൾ നമ്മുടെ വിഖ്യാതനായിട്ടുള്ള ഗായകൻ ജയചന്ദ്രൻ്റെ പേരിൽ ഒരു സ്മാരകം ഉണ്ടായിട്ടില്ല തൃശ്ശൂർ. ജോൺസന്റെ പേരിൽ അക്കാഡമി വരുമ്പോൾ തന്നെ മ്യൂസിക് അക്കാഡമി വരുമ്പോൾ തന്നെ ജയേട്ടനെ തഴയുന്നു. ഇങ്ങനെ ഇപ്പോൾ മലയാള സിനിമയുടെ ആക്ടേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ നെടുമുടി വേണു, ശ്രീനിവാസൻ, അങ്ങനെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, തിലകൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, പി ജെ ആൻ്റണിക്ക് പോലും ഒരു സ്മാരകമില്ല എന്നുള്ളതാണ്. അപ്പം എനിക്കതിനുള്ള ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സ്ഥലത്തും ഓരോ സ്മാരകങ്ങൾ ഉണ്ടാക്കാമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി ഭാവി തലമുറയ്ക്ക് അതുകൊണ്ട് എന്ത് ഗുണം എന്നുള്ള ഒരു പ്രതിമ ഉണ്ടാക്കിക്കൊണ്ട് എന്ത് ഗുണം എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അതെനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഈ സാംസ്കാരിക സമുച്ചയങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഓരോ ജില്ലകളിലും സാംസ്കാരിക സമുച്ചയങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് എന്താണ് അതിൻ്റെ പ്രവർത്തനം എന്നറിയില്ല. അതിനെക്കുറിച്ച് ബഡ്ജറ്റിലൊന്നും പറഞ്ഞു കേട്ടില്ല. അത് തുടരുന്നുണ്ടോ അതോ നിർത്തി വെക്കുകയാണോ? ഇപ്പോൾ 2-3 ജില്ലകളിൽ മാത്രമേ അത് പൂർണ്ണമായിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതങ്ങനെ നിന്നുപോയെന്നറിയില്ല. ഞാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന കാലത്ത് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ അടുത്ത് ഒരു പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ പല പ്രദേശങ്ങളിൽ അന്ന് ഈ കലാഭവൻ മണിയുടെ സ്മാരകം ചാലക്കുടിയിൽ ഉണ്ടാക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമൊക്കെ വന്നു. പിന്നെ ചിറയും കീഴിൽ പ്രേം നസീറിനെ കുറിച്ചൊരു സ്മാരകം ഉണ്ടാക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞൊരു ആശയമാണ്, അന്ന് അതൊരു പ്രൊപ്പോസലായിട്ട് തന്നെ കൊടുത്തതാണ്. ഇങ്ങനെ വെക്കാതെ ഈ എല്ലാ കലാകാരന്മാരും, പ്രത്യേകിച്ച് ചലച്ചിത്ര മേഖലയിലെ കലാകാരന്മാരെ എല്ലാവരെയും ഒരു സ്ഥലത്തേക്ക് സ്മാരകം ഉണ്ടാക്കുകയാണെങ്കിൽ രീതിയിൽ, ഇപ്പോൾ തുഞ്ചൻ പറമ്പിൽ നമുക്ക് കാണാം ഒരുപാട് സാഹിത്യകാരന്മാരെ കുറിച്ചൊക്കെ നമുക്ക് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ വിർച്വലായിട്ടുള്ള ഇതുകളൊക്കെ നമുക്ക് പുതിയ കാലത്ത് കുട്ടികൾക്കൊക്കെ അത് കാണാനായിരിക്കും താല്പര്യം. വിർച്വലായിട്ട് അവരെക്കുറിച്ചുള്ള സ്മാരകങ്ങൾ ഉണ്ടാവും. അത് ഒരു സ്ഥലത്ത് തന്നെയാണെങ്കിലും, ഇപ്പം ഞാനന്ന് പ്രപ്പോസൽ വെച്ച ചിത്രാഞ്ജലി പോലുള്ള സ്ഥലം സർക്കാരിൻ്റെ കീഴിൽ സ്ഥലമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ അറിയാം, ഇപ്പോൾ ജെ.സി. ഡാനിയലിൻ്റെ പേരിൽ ഇവിടെ ചലച്ചിത്ര ഇത് ഉണ്ടാവുന്നു. അത് വലിയ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങനത്തെ ഒരു വേദിയിൽ തന്നെ, അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ വേണമെങ്കിൽ എല്ലാവരുടെയും സ്മാരകം ഉണ്ടാക്കാം. ഇപ്പോൾ പറയുന്ന എല്ലാ കലാകാരന്മാരുടെയും, ഇപ്പം സംവിധായകരുടെ ഉണ്ടാകണം. ഇപ്പം മഹാന്മാരായിട്ടുള്ള സംവിധായകർ ഒരുപാട് പേര് ഇവിടെ മരിച്ചു പോയിട്ടുണ്ട്. രാമുകാരിൻ്റെ പേരിൽ ഒരു സ്മാരകമില്ല, ഒരു പ്രതിമ പോലും ഇല്ല. അതുപോലെ തന്നെ സേതുമാധവൻ, പി എൻ മേനോൻ, അങ്ങനെ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. അപ്പം അഭിനേതാക്കളോടൊപ്പം തന്നെ ഇപ്പോൾ വയലാറിൻ്റെ പേരിലൊരു പ്രതിമയുണ്ട്. അല്ലാത്ത സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം കൂടി ഒരു സ്ഥലത്ത് വരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ യൂറോപ്പിലൊക്കെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും, ഒരുപാട് സ്ഥലത്ത് ഈ പ്രതിമകൾ തന്നെ കാണാം. ഒരുപാട് കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെ രാഷ്ട്രീയക്കാരൊക്കെ പ്രതിമകൾ ഒരുമിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ പ്രതിമകൾ തന്നെ വേണമെന്നില്ലല്ലോ. പല രീതിയിൽ ഒരു സ്ഥലത്താണെങ്കിൽ അത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറും. ഒരുപാട് പേര്
ടൂറിസ്റ്റുകൾ അതിനെ അട്രാക്ട് ചെയ്യും. കാരണം മലയാള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരാണല്ലോ, അവരുടെയൊക്കെ ഓർമ്മകളാണല്ലോ. ആ ഓർമ്മകൾ ദൃശ്യത്തിലൂടെയും ഇപ്പോൾ വിർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ തന്നെ കാണിക്കാൻ പറ്റും. അതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കഴിഞ്ഞ തവണ സിനിമ കോൺക്ലേവിലും അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഈ ആശയം അവതരിപ്പിച്ചതാണ്. പക്ഷേ അത് എങ്ങും എത്തിയില്ല. പുതിയ സർക്കാർ അതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു പരാതിയും വരില്ല, അവരുടെ സ്മാരകം ഉണ്ടാക്കിയില്ല, ഇവരുടെ സ്മാരകം ഉണ്ടാക്കിയില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല. അത് ഒരു സ്ഥലത്തേക്ക് ആക്കുകയാണ്. ഇത് സാഹിത്യകാരന്മാരുടെ കാര്യത്തിലൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കോഴിക്കോട് വരെയുള്ള സ്ഥലത്ത് അക്ഷര നഗരി എന്നുള്ള രീതിയിൽ കോഴിക്കോട് അതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അത്തരമൊരു ബൃഹത് പദ്ധതിയാണെങ്കിൽ അത് അടുത്ത തലമുറയ്ക്ക് അതൊരു ഗുണമാകും, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഇതൊക്കെ മാറും എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് അതിനെക്കുറിച്ച് കൂടി പറയാനുള്ളത്. അല്ല, അതൊക്കെ ഞാൻ പ്രോത്സാഹിപ്പിക്കണം. പ്രത്യേകിച്ച് സിനിമ വ്യവസായമാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് വലിയ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ, നല്ലത് തന്നെയാണ്, യാതൊരു സംശയമില്ല.